ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പൊക്കെ വന്നാലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വളരെയധികം ഗ്യാപ്പാണ്. എല്ലാവർക്കും പനിയാണ്. ആദ്യം ഹസ്ബൻഡിനായിരുന്നു, പിന്നെ അത് കൊച്ചിന് പിടിച്ചു, ഇപ്പം എനിക്ക് പിടിച്ചു. അതുകൊണ്ടാണ് ഡിലേ ആകുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് 20-ാം തീയതി എക്സാം ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി നോക്കുന്നത് കൊണ്ടാണ് എനിക്കിതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഈ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിലെല്ലാം പഴയപടി ഓർഡർ ആകും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സബലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനം കൂടിയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ തൽസ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാ അനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ്. പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ അഭിലാഷങ്ങൾ സബലീകരിക്കുന്നതിനും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനത്തിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്തത് ഭരണഘടനേതര സ്ഥാപനങ്ങളുടെ സവിശേഷതകളും. ഇവിടെ ഒരു പത്രക്കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെയാന്ന് നോക്കാം. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. മധ്യപ്രദേശ് പിന്നോക്ക വിഭാഗങ്ങൾക്കായി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികളും ഇതിലുണ്ടാകുമെന്ന് കമ്മീഷൻ അറിയിച്ചു. അടുത്തത് മനുഷ്യാവകാശ ലംഘനം. കമ്മീഷൻ കേസെടുത്തു. ന്യൂഡൽഹിയിലാണ്. തൊഴിൽ വിവിധ മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിവിധ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. അടുത്തത് ലോകസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. ന്യൂഡൽഹി. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 7 ഘട്ടങ്ങളിലാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കമ്മീഷൻ അറിയിച്ചു. ഇതിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണമുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും കമ്മീഷൻ ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായി നടപടി. ന്യൂഡൽഹി. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിക്കായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും അറിയിച്ചു. ഈ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി പാർപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സംവരണ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുമെന്നും കമ്മീഷനുകൾ അറിയിച്ചു. സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം. ന്യൂഡൽഹി. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാനും സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനും സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചു. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം. കമ്മീഷൻ ഇടപെട്ടു. ന്യൂഡൽഹി. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങളും കമ്മീഷൻ മുന്നോട്ട് വെച്ചു. മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്തകളിൽ ജനാധിപത്യത്തിന്റെ സ്ഥാപനവൽക്കരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്താമോ? 1. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ബാക്കി ഏതൊക്കെയാണെന്ന് അറിയാവോ? അറിയാവുന്നൊരു കമന്റ് ചെയ്യാവോ? അത് ഇപ്പോൾ വായിച്ചതിൽ നിന്ന് മനസ്സിലായത്. പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തിരിക്കാം. അപ്പം ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന്റെ ഭരണഘടനാതര സ്ഥാപനങ്ങൾ
എന്നിവ പ്രധാനം. അപ്പൊ രണ്ടായിട്ട് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം ജനാധിപത്യത്തിന്റെ ഇതില് പ്രസ്തുത സ്ഥാപനങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനമെന്നും ഭരണഘടനാതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തിരിക്കുന്നു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടന ഉറവിടമായ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടന ഉറവിടമായ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം, ഭരണഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടന ഭേദഗതി ആവശ്യമാണ്. അപ്പം ജനാധിപത്യത്തിന്റെ വ്യാപനത്തിൽ ഭരണഘടനാതര സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്കാണുള്ളത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാതര സ്ഥാപനങ്ങളും. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മളുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അരികവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ ജനവിഭാഗങ്ങളിലെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കപ്പെടുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം ഭരണഘടനയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടന ഉറവിടമായ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടന സ്ഥാപനങ്ങളുടെ അധികാരം, ഭരണഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. മുകളിൽ സൂചിപ്പിച്ച സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ വ്യാപനത്തെ സഹായിക്കുന്നതെന്ന് പരിശോധിക്കാം. ആദ്യത്തേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ എന്തൊക്കെ പ്രക്രിയകളാണ് സൂചിപ്പിക്കുന്നത്? വോട്ട് ചെയ്യുന്നതിനായി വരിയായി നിൽക്കുന്നു. പിന്നെ എന്താ? വോട്ടിംഗ് മെഷീൻ. എങ്ങനെ ബൂത്തിലോ ഒരു ബൂത്തിന്റെ പിക്ചർ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ വരയ്ക്കുന്നത്, അതല്ലേ കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത് എന്നറിയാമല്ലോ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വാതന്ത്ര്യവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ജനാധിപത്യ ഭരണക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അപ്പൊ നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം 324 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25.
തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 324. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി 6 വർഷവും അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ്. ഇന്ത്യയെപ്പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഇംപീച്ച്മെന്റ് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. നമുക്ക് അത്ര ഒന്ന് വായിച്ചു പോകാം. ഞാനിപ്പോൾ പറഞ്ഞതിന്റെ നോട്ട് എഴുതിക്കോളുക, വായിച്ചു പോകാം. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതാണ് ചീഫ് ഇലക്ടർ ഓഫീസർ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കമ്മീഷനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടന അനുച്ഛേദം 324 നിലവിൽ വന്നത് 1950 ജനുവരി 25. കമ്മീഷനിലെ അംഗങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി 6 വയസ്സും 65 വയസ്സ് വരെ. ജനാധിപത്യ സ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. അതിനു മുന്നേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തിരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. എനിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇംപീച്ച്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംഭാഷണത്തിൽ നിന്നും വ്യക്തമായല്ലോ. മറ്റെന്തൊക്കെ ചുമതലകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർവഹിക്കാനുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണല്ലേ. ഇപ്പൊ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത് EVM യൂസ് ചെയ്തിട്ടാണല്ലേ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള പ്രായപരിധി 18 വയസ്സ്. ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് തിരിച്ചറിയൽ കാർഡ് ലഭ്യമാകുന്നതിനും ചെയ്യുന്ന സ്ഥാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഇതാണെന്ന് വെച്ചിട്ട്
തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ: 1. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. രാഷ്ട്ര പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. ഇത്രയുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവഹിക്കുന്നതും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ജനപങ്കാളിത്തവുമാക്കി മാറ്റുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവഹിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജനപങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിലുള്ളത്. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പം ജനാധിപത്യ പ്രാതിനിധ്യ നിയമം 1950-51 ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പ് പ്രകാരമാണ് പാർലമെന്റ് പാസാക്കിയത്? 327 വകുപ്പ് പ്രകാരമാണ് പാസാക്കിയത്. അടുത്തത് ജനാധിപത്യ നിയമം 1950 റീപ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. അപ്പോൾ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള സംയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി നിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമം ഏതാണ്? 1950ലെ ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തതാണ് ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനും പ്രോത്സാഹിക്കുന്നതുമാണ് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് ജനുവരി 25. അടുത്തത് ജനപ്രാതിനിധ്യ നിയമം 1951. റീപ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ജനപ്രാതിനിധ്യ നിയമം 1951. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951ലെ ജനാധിപത്യ നിയമം. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും
തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇപ്പൊ പ്രാതിനിധ്യ നിയമം 1951 രണ്ടെണ്ണമാണ്, 1950 51. 1951 പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും പ്രതിപാദിക്കുന്ന നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം 1951. അടുത്തതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 അതായത് ഭരണഘടനാ ഭേദഗതി 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറെടുക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. അപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനത്തിലും ഉള്ളത് സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ്. ഞങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നത് 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ 243 24 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവുമാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുകുമാർ സെൻ. ഇന്ത്യയെപ്പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണഘടന രൂപപ്പെടുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിലൂടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പാക്കുക എന്ന കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. തന്നിരിക്കുന്ന കലണ്ടറിൽ തീയതി നശിച്ചുള്ളൂ. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതിനായി തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എന്തൊക്കെ പരിപാടികളുമായി അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുക? യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങൾ മനുഷ്യന്റെ അന്തസ്സുറ്റ ജീവിതം ദുസ്സഹമാക്കുന്ന നിരവധി വാർത്തകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കയറ്റുമെന്ന് മനുഷ്യാവകാശം നടക്കുന്നതിനായി നിങ്ങൾക്കറിയാമോ? അത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പട്ടികപ്പെടുത്തുക. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്.
നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഒക്ടോബർ 12-നാണ്. ഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ചെയർപേഴ്സണെ കൂടി 6 അംഗങ്ങളാണുള്ളത്. വിരമിച്ച സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അടുത്തുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ തൊട്ടാണ് ബാക്കി. ഇപ്പൊ തന്നെ അരമണിക്കൂറായി. അപ്പൊ എന്റെ സൗണ്ട് അത്ര ഇച്ചിരി അടച്ചിരിക്കുന്നത് പനി ആയിക്കൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.